ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ഒരാള് ക്യാൻസർ രോഗിയായിട്ട് വായിലൊക്കെ പുഴു നിറഞ്ഞ് നാവിന്റെ ഭാഗങ്ങൾ പലതും ദ്രവിച്ച് ആ അവസ്ഥയിൽ മാനവരുടെ അടുക്കൽ വന്നു. ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരാഴ്ച കൊണ്ട് ആ മുറിയൊക്കെ ഭേദമായി. ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്ക് പഴയ രീതിയിൽ തന്നെ ആവുകയും പൂർണ്ണമായി സുഖമാവുകയും ചെയ്തു എന്നാണ്. അതുപോലെ വേറെ ഒരു രോഗി ചെയ്യാൻ വേണ്ടി വന്നു. ഇവരോട് പരാതി പറഞ്ഞപ്പോ നിന്റെ രോഗം അല്ലാഹു ശിഫയാക്കും എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ രോഗം മാറിയതുമില്ല, മരിക്കോളം ആ രോഗിയായിട്ട് തന്നെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനൊന്നും നമ്മൾ നേരിട്ട് അനുഭവമല്ല, ഇങ്ങനത്തെ കഥകൾ ഒരുപാടുണ്ട്. പക്ഷെ പറഞ്ഞ വാക്ക് അപ്പടി പുലർന്ന ഒരുപാട് അനുഭവങ്ങൾ തങ്ങളിൽ നിന്ന് എന്തായാലും ഉണ്ടായിരുന്നു വന്നാൽ അതിന് അനുഭവസ്ഥരാണല്ലോ പറയുന്നു. കേട്ടുകേൾവിയല്ലോ, ഞാനത് അനുഭവിച്ചു എന്നാണ്. അതാണ് നേരെ ഭാവി ഉദ്ധരിക്കുന്നത്. നമ്മളെ കാഫിലയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ കേട്ടതോട് പറയുക അങ്ങനെയല്ല. ആരാണോ അത് അനുഭവിച്ചത് അയാളെ തേടി പിടിച്ച് അയാൾ തന്നെ പറയുന്ന ശൈലിയാണ് അതേറ്റവും. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ മഹാന്മാരാണ്. അവർക്ക് എല്ലാ കഴിവും അല്ലാഹു കൊടുക്കും. സുന്നത്ത് ജമാഅത്ത് ദീൻ പഠിച്ചവർക്കറിയാം, ഇസ്ലാമിന്റെ ഉസൂല് പഠിച്ചവർക്കറിയാം. മഹാനായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കുഴപ്പമുള്ളത്? മഹാനായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. പറയാനുള്ളത് ഈ കെക്കാരോടാണ്, നിങ്ങൾ ആപ്പിക്കാരെ കണ്ടുപിടിക്കണം. ഇന്നലെ വരെയുള്ള അവരുടെ നയങ്ങൾ ഇന്നവർ മാറ്റിയിരിക്കുന്നു. എന്തായിരുന്നു? CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്, ബദരീങ്ങളല്ലാതെ കാക്കാൻ വേറൊരാളില്ല, മുയ്യദ്ദീൻ ഷെയ്ഖാണ് കാക്കേണ്ടത് എന്ന എല്ലാ നയങ്ങളും അവർ ഇന്ന് തിരുത്തിയിരിക്കുന്നു. ബിസിനസ്സിന് വേണ്ടിയാണെങ്കിലും പരിഭാഷയ്ക്ക് വേണ്ടിയാണെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് അവർ പ്രാർത്ഥിച്ചില്ല. അള്ളാഹു അല്ലാതെ ഒരു വാക്ക് ഒരിക്കൽ പോലും മുയ്യദ്ദീൻ ഷെയ്ഖിനെ, മമ്പുറത്ത് തങ്ങളെ, ബദരീങ്ങളെ, ലോകം നിയന്ത്രിക്കുന്ന ജഗനിയന്താവായ CM മടവൂരിനെ അവർ വിളിച്ചില്ല. ബിസിനസ്സിന് വേണ്ടിയാണെങ്കിലും പരിഭാഷപ്പെടുത്താനാണെങ്കിലും അവർ നയങ്ങൾ മാറ്റി തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത്. അല്ലാഹുവിലേക്ക് തിരിയുന്നവരിലേക്ക് അവൻ ഇങ്ങോട്ട് കാരുണ്യം കൊണ്ട് തിരിയുന്നതാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചാൽ അല്ലാഹു തആല അവന് സൗഭാഗ്യത്തിന്റെ 70 കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്. അവനാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ചാൺ എന്നോടെടുത്താൽ ഒരു മുഴം അങ്ങോട്ടടുക്കും എന്ന്. ഒരു മുഴം അടുത്താൽ ഒരു മാറ് അങ്ങോട്ടടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടന്നു വന്നാൽ ഓടി വരും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്തൊരു വലിയ കാരുണ്യമാണ് അല്ലാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തൊരു വലിയ ഔദാര്യവാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ മഹത്വവും അല്ലാഹുവിന്റെ ദാനവും എത്രമാത്രം വിശിഷ്ടമാണ്. അല്ലാഹു, അതാണ് അല്ലാഹു മക്കളെ മനസ്സിലാക്കൂ. അതാണ് അല്ലാഹു മക്കളെ, നിങ്ങൾ അത് മനസ്സിലാക്കൂ. അവനാണ് റബ്ബായ ഏറ്റവും വലിയ റബ്ബ് അല്ലാഹുവാണ്. അവനാണ് ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹുവാണ് എല്ലാ കാര്യങ്ങളുടെയും കാരണക്കാരൻ. അല്ലാഹു തആലയാണ് എല്ലാ സൈന്യങ്ങളെയും സൃഷ്ടിക്കുന്നത്. ആരംഭ റസൂലുള്ളാഹി തങ്ങളെ സംരക്ഷിക്കുന്നത്, സഹായിക്കുന്നത്, ആ ദീനിനെ സംരക്ഷിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു റബ്ബുൽ അർശിന്റെ അദീമായ റബ്ബാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല, അങ്ങനത്തവനാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലാണ്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്തിട്ടുണ്ട്.
ولبيتم دعوة خاتم أنبيائه ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ പ്രബോധനം നിങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. واجتمعتم متوجهين إليه നബിതങ്ങളിലേക്കും തിരിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. فله الحمد وله المنة. അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും, അവനാണ് എല്ലാ ഔദാര്യവും. يا ربنا لك الحمد كما ينبغي لجلال وجهك يا ربنا لك الحمد كما ينبغي ولعظيم لجلال وجهك سلطانك وعظيم سلطانك. سبحانك لا نحصي ثناء عليك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك أنت كما أثنيت على نفسك. وها نحن نتوجه إليه എല്ലാവരും കൈയുയർത്തി പ്രാർത്ഥിക്കുക, وندعوه ദുആ ചെയ്യുക. ونسأله നാം ചോദിക്കുന്നു, ونطلبه അല്ലാഹുവിനോട് തേടുന്നു, ونرجوه നമ്മൾ ആഗ്രഹിക്കുന്നു, ونؤمله അല്ലാഹുവിൽ പ്രതീക്ഷിക്കുന്നു. متذللين لعظمته അല്ലാഹുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട്, خاضعين لجلاله അല്ലാഹുവിന്റെ മഹത്വത്തിന് മുന്നിൽ തലകുനിച്ചുകൊണ്ട്, موقنين أن الأمر كله بيده എല്ലാം അവന്റെ കയ്യിലാണെന്ന് ഉറപ്പിച്ചുകൊണ്ട്, والمرجع إليه അവനിലേക്കാണ് നമ്മുടെ മടക്കമെന്ന് ഉറച്ചുകൊണ്ട് فقولوا جميعا يا ربنا. എല്ലാവരും മാഷാ അല്ലാ, ദീനിന്റെ യഥാർത്ഥ വചനം കേൾക്കുമ്പോൾ എന്ത് സുന്ദരമാണ്, എത്ര ഭംഗിയുള്ളതാണ്. ഈസാ നബി ഇസ്ലാം എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. റബ്ബീ വ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, അവനാണ് അല്ലാഹ്, അവനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, വല്ലവരും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം.